ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ അല്ലെങ്കിൽ ഗീതാ രഹസ്യം എന്ന ഈ ഒരു കോഴ്സിന്റെ 17ാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 17ാമത്തെ അധ്യായം ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറയുന്ന 17ാമത്തെ അധ്യായമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഭഗവത്ഗീതയുടെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നാളത്തെ ഒരു സെഷൻ കൂടിയുള്ളൂ. നാളത്തെ സെഷൻ കൊണ്ട് നമ്മളുടെ ഈ ഭഗവത്ഗീത ഓവർവ്യൂ സെഷൻ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എല്ലാവരും എല്ലാ സെഷനിലും വന്ന അവർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഇന്നലത്തെ സെഷനെ കുറിച്ച് ഇന്നലെയല്ല, കഴിഞ്ഞ സെഷനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു അവലോകനം അല്ലെങ്കിൽ ഒരു റീക്യാപ്പ് ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ദേവാസുര ഭാവങ്ങൾ 16 അധ്യായമാണ്. അതില് ആസുരിക ഭാവങ്ങൾ, അതിന്റെ കോൺസിക്വൻസസ്, അതിനെ മറികടക്കുന്നത് എങ്ങനെ, ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെയാണ്. അപ്പൊ അതിന്റെ ഒരു ആക്രമണം പഠിച്ചത് DOG ആണ്. ഡിവൈൻ ഓർ ഡിമോണിയാക്ക്. പിന്നെ ഒപ്പീനിയൻ ആൻഡ് ഔട്ട്ലുക്സ് ഓഫ് ഡിമോണിയ. G, getting free from demoniac qualities. നമ്മുടെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യായം. നമ്മൾ ഏത് ഭാവത്തിലാണെന്നാണ്. ആത്മപരിശോധന നടത്തണം. എൻ്റെ ക്വാളിറ്റികൾ ഏതൊക്കെയാണ്. ആത്മീയ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത പഠിച്ച് നമ്മൾ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമ്മള് ചിലര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ജീവിതം നയിക്കുന്നു. ഗ്യാംബ്ലിംഗ്, ഇൽലിസിറ്റ് സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരാൾ ദോസ് ഹു എസ്കേപ്ഡ് 3 gates ഓഫ് ഹെൽ, കാമം, ക്രോധം, ലോഭം, ഇങ്ങനെയുള്ള നരകത്തിന്റെ വാതില് നിന്ന് രക്ഷപ്പെട്ടവർക്ക് സുപ്രീം ഡെസ്റ്റിനേഷനിലെത്താം. പിന്നെ അക്സെപ്റ്റൻസ് ഓഫ് സ്പിരിച്വൽ മാസ്റ്റർ, സ്റ്റഡി ഓഫ് വേദ, ഓസ്ട്രിറ്റി, സെൻസ് ഓഫ് കൺട്രോൾ, സ്പിരിച്വൽ നോളജ്. ഇതാണ് സെയിൻലി ക്വാളിറ്റീസ്. അത് ലിബറേഷനിലേക്ക് നയിക്കും. ഡിമോണിക് ക്വാളിറ്റീസ് ബോണ്ടേജിലേക്ക് നയിക്കും. ഭഗവാന്റെ കാര്യം ഒബേ ചെയ്യുക, ഭഗവാന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാതിരിക്കുക. രാവണൻ ഭഗവാന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ല. എല്ലാം ഭഗവാന്റെ ഗിഫ്റ്റ് ആണെന്ന് കരുതുക. പിന്നെ നമ്മള് തിങ്ക് ബിഫോർ ആക്ടിങ്, വി ആർ ദ സൺ ഓഫ് ഗോഡ്. അങ്ങനെ സന്യാസികൾ ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഭഗവാനാണ് എല്ലാം തരുന്നതെന്നുള്ള ഇത് ചിന്തിക്കുന്നു. പിന്നെ ശുദ്ധി, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം, ഇതൊക്കെ ചെയ്യണം. പിന്നെ ഡിമോണിയാക് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൈഡ്, ആങ്കർ, അരഗൻസ് ഒക്കെയാണ്. ആസുരിക ഗുണങ്ങൾ ബന്ധനങ്ങളാണ്. ദൈവിക ഗുണങ്ങൾ മുക്തിക്ക് കാരണമാണ്. അസുരിക ഗുണമുള്ളവര് ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യത്തില്ല, ശൗചമില്ല, സത്യമില്ല, വിശുദ്ധിയോ സത്യസന്ധതയില്ല, ലോകനാശങ്ങളായിട്ടുള്ള ഘോരകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അടക്കാനാവാത്ത കാമം, ദമ്പ്, അഹങ്കാരം മൂലം അവർ വൃത്തിഹീനമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇന്ദ്രിയ സംരക്ഷണമാണ് പ്രധാന കാര്യം എന്ന് വിചാരിച്ച് അന്യായമായി ധനം സംഹരിക്കുന്നു. ആസുരികൾ യോനികൾ ജനിച്ച് അവൻ പിന്നെ ബുദ്ധിമുട്ടുന്നു. 3 gates way to hell ത്യജിക്കുക, കാമം, ക്രോധം, ലോഭം. ബുദ്ധിയുള്ളവർ ഇതിനെ ഉപേക്ഷിക്കണം. ഇത് നമ്മൾ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾ സ്വീകരിക്കണം. ശാസ്ത്രം പ്രമാണമായി എടുത്തവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്ന് മനസ്സിലാക്കി ക്രമേണ പുരോഗതി പ്രാപിക്കും. ഹരേ കൃഷ്ണ.
വെരി ഗുഡ് പ്രഭുജി. രാഖിൽ പ്രഭു, ഐ റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു സോ മച്ച്. വളരെ സംക്ഷിപ്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ മിക്കവാറും കവർ ചെയ്തുകൊണ്ട് പ്രഭു പറയുകയുണ്ടായി. വളരെ സന്തോഷം. അതായത് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ ഗേറ്റ് വേ ടു ഹെൽ നിന്ന് കാമക്രോധ ലോഭം എന്ന് പറയുന്നതിനെ നമ്മൾ അകറ്റി നിർത്തിക്കൊണ്ട് ഭഗവത് സേവനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണത്തിനെ കുറിച്ച് പ്രഭു പറഞ്ഞു. വളരെ സന്തോഷം. വളരെ മനോഹരമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ആസുരിക ദൈവികമായും ആസുരികവുമായ സ്വഭാവത്തിന്റെ സവിശേഷതകളും അതിന്റെ ദോഷങ്ങളും വശങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. വളരെ സന്തോഷം. വെരി ഗുഡ്, സൂപ്പർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ചെറിയൊരു അധ്യായമാണ്. അധ്യായം 17, ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറയുന്ന ഈ അധ്യായം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഓഫ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് 28 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു അധ്യായമാണ്. അതിൽ എല്ലാ അധ്യായത്തെയും പോലെ തന്നെ ആദ്യം അർജുനൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള വർഷിപ്പ് അല്ലെങ്കിൽ അവിധി പ്രകാരമുള്ള പൂജാവിധികൾ എന്തെല്ലാമാണ്, അതിൽ വിശ്വസിക്കുന്നതുകൊണ്ടുള്ള ഗുണദോഷങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അത് ശാസ്ത്ര വിധി പ്രകാരമാണോ, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ 3 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത സത്വരജസ് തമോ ഗുണം, അതായത് 14-ാമത്തെ 15-ാമത്തെ അധ്യായത്തിലൊക്കെ ഡിസ്കസ് ചെയ്ത സത്വരജസ് തമോ ഗുണത്തെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ 2 മുതൽ 7 വരെ ശ്ലോകങ്ങൾ പറയുന്നു. അതായത് this is almost in a continuation of the 3 modes of material nature. 3 സത്വരജസ് തമോ ഗുണങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 3 ഗുണങ്ങളിലുള്ള ഫുഡ് ഹാബിറ്റ്സ് 11 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ 3 ഗുണങ്ങളിലുള്ള യജ്ഞങ്ങള് 14 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ 3 ഗുണങ്ങളിലുള്ള തപസ്യ, പിന്നെ ഈ 3 തരത്തിലുള്ള തപസ്യയെ കുറിച്ചിട്ടും പിന്നെ 3 തലങ്ങളിലുള്ള 3 ഗുണങ്ങളിൽ ഏത് ഗുണങ്ങളിലുള്ള തപസ്യയെ കുറിച്ചിട്ടും 3 modes of material nature കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ ചാരിറ്റി 3 ഗുണങ്ങളിൽ ചാരിറ്റി നൽകുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും പറയുന്നുണ്ട്. 23 മുതൽ 28 വരെ ശ്ലോകങ്ങളിൽ ഒരു കൺക്ലൂഷനായിട്ട് ഓം തത്സത് എന്ന് പറയുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ വിഷ്ണു തത്വത്തിനെ കുറിച്ച് എങ്ങനെയാണത് പറഞ്ഞു തരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള വിവരണങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നമ്മൾ ഒരുപക്ഷെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. കാരണം നമുക്ക് വീട്ടിൽ നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം ഇൻ ദ സെൻസ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് പറക്കെഴുന്നള്ളിച്ച് വരുന്ന ഒരു ചടങ്ങുണ്ട്. സോ അത് ഇന്ന് ഏത് സമയവും വരാം. ലെറ്റ് us see how it happens. പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇത് കണ്ടു. DOG, അത് രാഖിൽ പ്രഭു വളരെ വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അതിന്റെ അവസാനം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മളിത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ സമ്മറി എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ഫെയ്ത്ത് 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ കണ്ടീഷൻഡ് ഫെയ്ത്ത് സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ള 7 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ, ഗെറ്റിംഗ് ഫ്രീ ഫ്രം ഡിഫെക്ട്സ് ഇൻ വൺ സാക്രിഫൈസ്, ഓസ്ട്രിറ്റി ആൻഡ് ചാരിറ്റി 23 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങൾ. സോ ഇതാണ് അപ്പം ഇതില് നമ്മൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതാണ് 17-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ലെസൺ 1 എന്ന് പറയുന്ന ഫേസ് ആണ്. അതായത് കണ്ടീഷൻഡ് ഫെയ്ത്ത്. അതായത് നമ്മൾ എല്ലാ ദിവസവും കാണുന്നത്, എല്ലാ ദിവസവും നമ്മുടെ സെഷൻ പോലെയുള്ള ഒരു അക്രോണിം ഈ ഒരു സെഷൻ നമ്മൾ കാണത്തില്ല. ഇവിടെ ഈ ലെസൺ 1 എന്ന് പറയുന്ന ഫേസ് ആണ്. അതായത് ഒരാളുടെ എങ്ങനെയാണ് ഒരു കണ്ടീഷൻഡ് ഫെയ്ത്ത് എന്നുള്ളത്, ഏതൊക്കെ ടൈപ്പാണ്, അതൊരു മുഖത്തിൽ നിന്നാണ് അത് പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ഫേസ്. ഇത് ഫേസ് ഇന്നത്തെ അക്രോണിം അല്ല, FAC നിങ്ങൾ കാണത്തില്ല. ഇവിടെ 3 ലെസനാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ഫെയ്ത്ത്. അതായത് നോക്കേണ്ടത് കണ്ടീഷൻഡ് ഫെയ്ത്ത് എന്താണ്, വിശ്വാസത്തിന്റെ വിവിധ വിഭാഗങ്ങൾ എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. കണ്ടീഷൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ ഗെറ്റിംഗ് ഫ്രീ ഫ്രം ഡിഫെക്ട്സ് ഇൻ വൺ സാക്രിഫൈസ്, ഓസ്ട്രിറ്റി ആൻഡ് ചാരിറ്റി 23-28 വരെ ശ്ലോകങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നു. സോ ഇത് എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഈ 3 ഗുണങ്ങളുടെ 3 ഗുണങ്ങളിൽ കണക്ഷനുമായിട്ടുള്ള നമ്മളെ ഒരു അധ്യായമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നു. സോ ദോസ് വിത്ത് ഫെയ്ത്ത് ഇൻ സ്ക്രിപ്റ്റേഴ്സ്, വേദശാസ്ത്രങ്ങളിൽ വിശ്വാസമുള്ളവരുടെ സ്ഥിതിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആർക്കാണ്? വേദശാസ്ത്രങ്ങളിൽ പൂർണ്ണ വിശ്വാസമുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ശ്രദ്ധാവിഭാഗങ്ങളാണ്. ശ്രദ്ധാവിഭാഗങ്ങളിൽ നിന്നുള്ള പല വിധത്തിൽപ്പെട്ട വിശ്വാസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം നമുക്ക് പറയാം വിശ്വാസം. നമ്മളിപ്പോ പ്രചാരത്തിനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാലും എനിക്ക് ഭക്തി ഉണ്ട് എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്.
എന്നാൽ എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ ഒരു അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ 3 സെക്ഷൻ നമുക്ക് കാണാം, 3 രീതിയിലുള്ളത് കാണാൻ സാധിക്കും. ഈ വിഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഭാഗം ശ്രീമദ് ഭഗവത്ഗീതയുടെ 16-ാമത്തെ അധ്യായത്തിന്റെ അവസാന ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണിത്. ദോസ് വിത്ത് ഫെയ്ത്ത് ഇൻ സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ദൈവീകമായ ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ഇതാണ് വിശ്വാസമുള്ളവർ ചെയ്യുന്നത്. ദോസ് ഹു ഹാവ് നോ ഫെയ്ത്ത് ഇൻ സ്ക്രിപ്റ്റേഴ്സ്, ഇതൊരു ആസുരിക സ്വഭാവത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആസുരിക സ്വഭാവമുള്ളവര് ഇതിലൊന്നും വിശ്വസിക്കത്തില്ല. 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസും ബ്രേക്ക് ചെയ്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് മറ്റ് പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പല ചൂതാട്ടങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ അവര് അവരുടെ ജീവിതത്തെ ചെലവഴിക്കുന്ന നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗങ്ങളുണ്ട്. സോ ചാപ്റ്റർ 17 എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഈ ഒരു വിഭാഗത്തിനെ കുറിച്ചിട്ടാണ്. ദോസ് ഹു ഡു സം കൈൻഡ് ഓഫ് വർഷിപ്പ് ബട്ട് ഓൾസോ ഡിസ്റിഗാർഡ് വേദാസ്. ഇത് വേദശാസ്ത്രങ്ങളൊന്നും പറയുന്ന കാര്യമല്ല. ഈ ഉഗ്രകർമ്മം എന്ന് പറയും, ഇതൊരിക്കലും വേദശാസ്ത്രങ്ങൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നാവിൽ കൂടി സൂചി കുത്തി ഇറക്കുന്നത്, ചെകിടിൽ കൂടി സൂചി കുത്തി ഇപ്പുറത്തൂടെ ഇറക്കുന്നത്, അതൊന്നും നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന കാര്യങ്ങളല്ല. വേദശാസ്ത്രങ്ങളൊന്നും ഇല്ലാതെ അവര് എവിടുന്നൊക്കെയോ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ദിസ് ചാപ്റ്റർ ഈസ് മോസ്റ്റ്ലി ഡീലിംഗ് വിത്ത് ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടൈപ്പ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ അർജുനന്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു അധ്യായം കാണുന്നത്. ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് ഇത് നമുക്ക് നോക്കാം. എന്താണ് അർജുനൻ ചോദിക്കുന്നത് എന്നാണ്? അൺഓത്തറൈസ്ഡ് വർഷിപ്പ് എന്താണ് എന്നുള്ളതാണ്. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാൻവിതാ തേഷാം നിഷ്ഠാതു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമഃ. സോ എന്താണ് പറയുന്നത്? അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വരജസ്തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? ഇത് ശാസ്ത്രങ്ങളുടെ വിധിപ്രകാരമല്ലാതെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത് കാണുന്നത് നോക്കുക. സൂചി കുത്തി ഇറക്കുക, ശരീരത്തിൽ കൂടി എല്ലാം സൂചി ഇങ്ങനെ കുത്തിയിട്ട് ഇതുവഴി സൂചി കുത്തി ഇറക്കുന്നത്. ഇത് ഇവരുടെയൊക്കെ സ്ഥിതി എന്താണ്? ഇവര് സത്വഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലാണോ എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. സോ ഇവിടെ ഭഗവാന്റെ ആൻസർ എന്താണ്? കൃഷ്ണ സേസ് ഇഫ് വൺ ഡസ് നോട്ട് ഫോളോ ദ വേദാസ് വൺ വിൽ ഫോളോ ദ നാച്ചുറൽ ഇൻസ്റ്റിങ്സ് വിച്ച് വിൽ ബി ഇൻ ഗുഡ്നസ്, പാഷൻ ഓർ ഇഗ്നോറൻസ്. അത് സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ സ്വതേയുള്ള ഒരു പെരുമാറ്റം കൊണ്ട് അവർക്ക് എന്തു തോന്നുന്നോ അവരതിൽ പെരുമാറുന്നു എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയാൻ വരുന്നത്. സോ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാൻ ഉവാച ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികീ രാജസി ചൈവ താമസി ചേതി താം ശൃണു. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ കേൾക്കുക. ഭഗവാൻ പറഞ്ഞു, ശരീരസ്ഥനായ ജീവാത്മാവിന്റെ പൂർവാർജിത പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് അതിന്റെ വിശ്വാസം സാത്വികമോ രാജസികമോ താമസികമോ ആയിത്തീരുന്നു. ഇതേപ്പറ്റി കേൾക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സോ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ ച ഏവ സഹ. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് അല്ലയോ ഭാരതശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസം ഉള്ളവരെന്ന് പറയപ്പെടുന്നു. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അവിടെ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് അവര് കഴിഞ്ഞ ജന്മങ്ങൾ ആയിട്ട് ആർജിച്ചു വന്നതുമായി സംബന്ധിച്ചിട്ട് അവർ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? വർഷിപ്പ് ഇൻ ഡിഫറെന്റ് മോഡ്സ്. ഓരോ ഗുണങ്ങൾക്കനുസരിച്ച് അവർ പൂജാതി കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗണാം ശാന്യേ യജന്തേ താമസാജനം. സാത്വികരായ ജനങ്ങൾ ദേവന്മാരെയും രാജസ സ്വഭാവികൾ അസുരന്മാരെയും തമോ ഗുണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു. സോ ഇതാണ് ഇവിടെ പറയുന്നത്.
ഇത് നമുക്ക് ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മൾ സത്വരജ സ്തമോ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. നമ്മളിതിനെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് 3 മൃഗങ്ങളെ കുറിച്ചിട്ട് ഓർത്താൽ മതി. ഒന്ന്, പശുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സത്വഗുണത്തിൽ ഉള്ളതാണ് പശു. സിംഹം, കടുവ, പുലി മുതലായവരെല്ലാം രജോ ഗുണത്തിലുള്ളവരാണ്. രജോ ഗുണത്തിനെ കുറിച്ചല്ല, മൃഗങ്ങളെല്ലാം തമോ ഗുണമാണ്. പക്ഷേ എങ്കിലും അവരുടെ സ്വഭാവത്തുമായി കമ്പയർ ചെയ്യാൻ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. മൃഗങ്ങളെല്ലാം തമോ ഗുണത്തിൽ ഉള്ളതാണ്. പക്ഷെ അവരുടെ സ്വഭാവ പ്രകൃതി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി പറയുകയാണ്. ഒരു പശു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സത്വഗുണത്തിലാണ്. വളരെ ശാന്ത സ്വഭാവമാണ്. വളരെ സിംഹം, കടുവ, പുലി മുതലായവയാണ് വളരെ അഗ്രസീവാണ്, വളരെ ആക്റ്റീവാണ്, വളരെ ഇതായിട്ടാണ്. എന്നാൽ കുറുക്കൻ മുതലായ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് വളരെ ലേസിയാണ്. വളരെ ലേസിയാണ്. ലേസി ഇൻ ദ സെൻസ് അവര് മറ്റു മൃഗങ്ങളൊക്കെ എന്തെങ്കിലും കൊന്നു തിന്നിട്ടൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ബാക്കിയൊക്കെ കഴിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരിൽ അവരുടെ ഒരു കുറുക്കനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? അവരാദ്യം ചെയ്യുന്നത്, ആരെങ്കിലും മനുഷ്യർ വരുന്നുണ്ടെങ്കിൽ അവരാ സ്ഥാനത്ത് മൂത്രമൊഴിച്ചിട്ട് ആ മണ്ണ് അവര് കാലുകൊണ്ട് തെറിപ്പിച്ച് വെതറുമ്പോൾ നമ്മുടെ മേത്ത് മുഴുവൻ ആ മൂത്രം വീണ ആ മണ്ണ് നമ്മുടെ മേത്ത് വീഴുകയും അത് നമ്മുടെ കണ്ണിൽ പതിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ധനായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ കുറുക്കൻ്റെത്. അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവരെ ഏറ്റവും വലിയ ഭയപ്പെടുന്ന ആൾക്കാരാണ് അവര്. എന്തുകൊണ്ടാണ്? നമ്മൾ അവരെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ അവരെ കൊല്ലുമോ എന്നൊരു ഭയം കാരണം അവർ നമ്മളെ അങ്ങ് നിഷ്ക്രിയരാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദുര്യോധനനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, വനവാസ സമയത്ത് പാണ്ഡവര് യഥാർത്ഥത്തിൽ അവർ ശാന്തരായിട്ട് ജീവിക്കുകയായിരുന്നു. അവർക്ക് വലിയ പ്രയാസമൊന്നും, അവര് ഈ വലിയ ബുദ്ധിമുട്ടായ അപ്പൊ തീർച്ചയായിട്ടും അവർ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അവരുടെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം ഇൻ കേസ് വരികയാണെങ്കിൽ അതിനുവേണ്ടി ഭീമനും അർജുനനും ഒക്കെ പല സ്ഥലങ്ങളിൽ പോയി തപസ് അനുഷ്ഠിക്കുകയും അവര് അതിനുള്ള ശക്തി ആർജിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. എന്നാൽ നേരെ മറിച്ച് ദുര്യോധനൻ സിംഹാസനത്തിൽ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ വാണിരുന്നു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദുര്യോധനൻ ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിച്ചിട്ടില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ നശിപ്പിക്കണം, അതുപോലെ തന്നെ മറ്റു രാജാക്കന്മാരുടെ അടുത്തൊക്കെ പോയി കള്ളമൊക്കെ പറഞ്ഞ് പല രീതിയിൽ അവര് ഞങ്ങളുടെ സൈഡിൽ വരണം എന്ന രീതിയിൽ അവര് അതിനുള്ള പരിപാടികൾ ചെയ്യുകയും കാരണം അദ്ദേഹത്തിന് ഭയങ്കര ഭയമായിരുന്നു. ഇനി ഇവർ വന്നു കഴിഞ്ഞ് തിരിച്ചു ചോദിച്ചെങ്കിലോ, ഈ രാജ്യമെല്ലാം അവർ തിരിച്ചു ചോദിച്ചെങ്കിലോ അവർ കൊടുക്കരുത്. അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണ്? പഞ്ചപാണ്ഡവരെ മുഴുവൻ ഇല്ലാതാക്കാനാണ് ദുര്യോധനാദികൾ ആഗ്രഹിച്ചത്. പാണ്ഡവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. പാണ്ഡവർ അവസാനം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കൊരു 5 വീട് തരൂ, ഞങ്ങളതിൽ താമസിച്ചു കൊള്ളാം. 5 ഗ്രാമം തരൂ, ഞങ്ങളതിൽ താമസിച്ചു കൊള്ളാം. ആ സമയത്ത് ദുര്യോധനൻ അതിനും സമ്മതിക്കാതെ. അതാണ് ഒരു ആസുരിക സ്വഭാവം അല്ലെങ്കിൽ തമോ ഗുണത്തിന്റെ അധീനത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ സാത്വിക ഗുണത്തിലുള്ളവർ ദേവന്മാരെ പൂജിക്കും, ശാന്ത സ്വഭാവത്തിലുള്ളവരാണ്. സോ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും പൂജിക്കുന്നത് രജോ ഗുണത്തിലുള്ളവരാണ്. ഭൂതപ്രേതാദിഗണങ്ങളെ പൂജിക്കുന്നത് തമോ ഗുണത്തിലുള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഇവിടെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഡിസ്ക്രൈബ് ദോസ് ഹു ഹാവ് ഗിവൺ അപ്പ് സ്ക്രിപ്ചർ scripture out of laziness or because the required worship was troublesome, yet faithfully worship the demigods. ഇവിടെ ചെയ്യുന്നത്, വേദശാസ്ത്രങ്ങളെയൊക്കെ മടി കാരണം നമ്മൾ തിരസ്കരിക്കുക. മടി കാരണം അവർ തിരസ്കരിച്ചിട്ട് എന്നാൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം എന്ന ആഗ്രഹത്തിൽ മറ്റ് പല പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. സോ 5 മുതൽ 6 വരെ നമ്മൾ കാണാൻ പോകുന്നത്, ഇൻ കോൺട്രാസ്റ്റ് ഡിസ്ക്രൈബ് ദ ഡെമോണിയാക് വേ ഓഫ് വർഷിപ്പ് വിച്ച് ഈസ് എഗൻസ്റ്റ് ദ വേദിക് സ്ക്രിപ്ചേഴ്സ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 5 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ. അശാസ്ത്രവിഹിതം ഘോരം അപ്യന്തേയേ തപോജനാഃ ദംഭാഹങ്കാര സംയുക്ത കാമരാഗാബലാന്വിതാഃ കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ.
കാമം, ആസക്തി എന്നിവയാൽ പ്രേരിതരായ അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ്സനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാണ്. അതാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച. ഇത് ഇവിടെ ഈ വ്യക്തി ചെയ്യുന്നത് തന്റെ ശരീരത്തിനെ വളരെയധികം ടോർച്ചർ ചെയ്യുകയും, അതായത് നോക്കൂ, രാവണൻ ചെയ്യാവുന്ന മാക്സിമം തപസ് ചെയ്തിട്ടും പ്രത്യക്ഷപ്പെടാൻ അവസാനത്തോ സ്വന്തം ശിരസ് കട്ട് ചെയ്ത് അഗ്നിയിൽ അർപ്പിച്ചതിന് ശേഷമാണ് അവിടെ ദേവന്മാരെ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് വളരെ സ്വന്തം ശരീരത്തിനെ എത്രമാത്രം ടോർച്ചർ, ഇവിടെ പറയുന്ന ആത്മാവിന് പോലും ദ്രോഹിച്ചുകൊണ്ടെന്നാണ്. ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും, ആത്മാവിനെ മാത്രമല്ല പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ് അനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാണ്. ഇതൊക്കെ ചെയ്യും നമ്മൾക്കറിയാം. നമ്മുടെ നാട്ടില് വളരെ ഇതായിട്ടുള്ള ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ മഞ്ഞൾ നീരാട്ട്, തിളച്ച മഞ്ഞൾ എടുത്തിട്ടാണ് ഒരു മേത്തൊഴിക്കുന്നത്. അതൊക്കെ ടോർച്ചർ ചെയ്യുകയാണ്. അതിന് പറയുന്ന മറ്റൊരു പേരുണ്ടെന്നാണ് ഉഗ്രകർമ്മങ്ങൾ എന്നാ പറയുന്നത്. ഇവിടെ പറയുന്നു കാമം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ നമുക്ക് പല അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നതിനെ കുറിച്ചുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, സെക്ഷൽ റിലേഷൻഷിപ്സ് ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. ആസക്തി എന്നിവയിൽ പ്രേരിതരായ അഹംഭാവത്തോടു കൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമില്ലാത്ത ചെയ്യുന്നതിനെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ തമോ ഗുണത്തിലുള്ളത്, അല്ലെങ്കിൽ അത് ആസുരിക സ്വഭാവത്തിലുള്ളത് എന്ന് പറയുന്നത്. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ യജ്ഞസ്തപസ്തദാനം തേഷാം ഭേദം ഇമം ശൃണു. ഈ ഭഗവാൻ പറയാൻ പോകുന്ന എന്തൊക്കെയാണ് എന്ന് പറയുന്നു. ഈവൻ ദ ഫുഡ്, സാക്രിഫൈസ്, ഓസ്റ്ററിറ്റീസ് ആൻഡ് ചാരിറ്റി ഓഫ് പീപ്പിൾ ആർ ഓഫ് 3 kinds. നമ്മൾ മുമ്പ് കണ്ടു അധ്യായത്തിന്റെ സംക്ഷിപ്തമായിട്ട് നമ്മൾ അതിനെ വിവരിച്ചപ്പോ പറഞ്ഞു 7 മുതലുള്ള ശ്ലോകങ്ങളിൽ ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് 3 ഗുണത്തില് ഭക്ഷണം, യജ്ഞം, തപസ്, ദാനം, ഇതെല്ലാം 3 ഗുണങ്ങളിൽ ഉള്ള അതിനെ കുറിച്ച് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. വൺ ക്യാൻ മേക്ക് ഔട്ട് എ പേഴ്സൺസ് മോഡ് ഓഫ് ഫെയ്ത്ത് ബൈ സീയിങ് ഹിസ് ആക്ടിവിറ്റീസ് ഓഫ് ഈറ്റിംഗ്, ആഹാര, സാക്രിഫൈസ്, യജ്ഞ, austerity, tapa and charity, dana. Krishna will describe the 3 types of each of these 4 items. ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങളെ കുറിച്ചിട്ട് 3 തരത്തിലുള്ള അവസ്ഥയെ കുറിച്ചിട്ട് ഭഗവാൻ ഇനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് കണ്ടീഷൻഡ് ഫെയ്ത്ത്, അതായത് സിംറ്റംസ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ആളുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആള് ഏത് ഗുണത്തിലുള്ളവരാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇവിടെ ഫുഡിനെ കുറിച്ച് പറയാണ്. ഈ 3 ഫുഡിനെ കുറിച്ചുള്ള നമുക്ക് പെട്ടെന്ന് പറയാം. ആയു, സത്വബലാരോഗ്യ, സുഖ, പ്രീതി, വിവർധനാഃ, രസ്യാ, സ്നിഗ്ധാ, സ്ഥിരാ, ഹൃദ്യ, ആഹാര, സാത്വികാ, പ്രിയഃ. എന്താണ് ഒരു സത്വഗുണത്തിലുള്ള ആഹാരം എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് കേൾക്കുക. ഞാൻ ട്രാൻസ്ലേഷൻ വായിക്കാം. വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ ഭഗവാൻ അതിനെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ദീർഘായുസ്സും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. ഇന്ന് ഞങ്ങള് കഴിഞ്ഞൊരു കടയിലിട്ട് വരുന്ന വഴിക്ക് വീട്ടിലെ നമ്മുടെ പറഞ്ഞില്ല, നമ്മളെ ഈ പറക്കെഴുന്നള്ളിച്ച് വീട്ടിൽ വരുന്നപ്പം 10-30 പേരോളം വരും. അപ്പൊ അവർക്ക് ചെറിയൊരു സ്നാക്സ് കൊടുക്കാനുള്ള ഒരു പ്ലാൻ നമ്മളെല്ലാ വർഷവും ചെയ്യുന്നതാണ്. മഹാദേവനെയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ അവർക്ക് നമ്മളിങ്ങനെ ചെറിയൊരു ഡ്രിങ്ക്സും, അത് ഭയങ്കര ചൂടും ഒക്കെ അല്ലേ, കുറച്ച് ഡ്രിങ്ക്സും ചെറിയ സ്നാക്സ് കൊടുക്കും. അപ്പൊ സ്നാക്സ് കൊടുക്കാൻ നമ്മള് പഴംപൊരി ഉണ്ടാക്കണം. അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഴംപൊരി തരാം കേട്ടോ. സോ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ജസ്റ്റ് അവിടെ നിന്ന് കയറി വന്നതേ ഉള്ളൂ. അപ്പം അതിനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു കുറച്ച് മൈദാപ്പൊടി മേടിക്കണമെന്നാണ്. അപ്പൊ വൈഫ് പറഞ്ഞു ഹെൽത്തിന് നല്ലതല്ല, മൈദാപ്പൊടി വേണോ, വേറെന്തെങ്കിലും വെച്ച് നമുക്ക് ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു നമുക്ക് പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ മൈദാപ്പൊടി തന്നെയാണ് വേണ്ടത്. ഞാൻ പറയാണ് കേരളം മുഴുവൻ പൊറോട്ടയുടെ പുറത്താണ് ജീവിക്കുന്നത്. പൊറോട്ട നമ്മുടെ നോർത്ത് ഇന്ത്യൻ പൊറോട്ടയല്ല, കേരള പൊറോട്ട, നമ്മുടെ എന്താ പറയുക റൗണ്ട് ഇരിക്കുന്ന പൊറോട്ട. ആ പൊറോട്ടയുടെ പുറത്താണ് കേരളം മുഴുവൻ ജീവിക്കുന്നത്.
സോ ആർക്കും ഇവിടെ ആരും പെട്ടെന്ന് മരിക്കുന്നില്ല, ഒരു ദിവസം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയായിരുന്നു, ഇവിടെ കാണുന്നുണ്ട് ആരോഗ്യവർദ്ധന, ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നത്. ആരോഗ്യം വർദ്ധിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് സത്വഗുണത്തിലുള്ളതാണ്. പൊറോട്ട എന്ന് പറയുന്ന സാധനം ഒരു വേസ്റ്റ് യഥാർത്ഥത്തിൽ. ഈ മൈദ എന്ന് പറയുന്ന സാധനമേ അൺഹെൽത്തി ഫുഡാണ്. അപ്പൊ ആ ഫുഡ് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദീർഘായുസ്സും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദ്യവുമായ. സോ ആസ്വാദ്യം തന്നെ പലർക്കും പല വിധത്തിലാണ്. സോ വി കനോട്ട് ഗിവ് എ കോമൺ പെർസെപ്ഷൻ ടു ഓൾ ദിസ്. ഒരു കോമൺ ആയിട്ടൊരു പെർസെപ്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. എന്താണ് ആസ്വാദ്യം? ചിലർക്ക് ആസ്വാദ്യമായത് മറ്റൊരാൾക്ക് വർജ്യമായിരിക്കാം. അതിൽ തന്നെ ഇതുണ്ട്. സോ അടുത്ത ശ്ലോകം എന്താണ് പറയുന്നത്? ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാനിഹിനഃ ആഹാര രാജസശ്രേഷ്ഠ ദുഃഖശോകാമയ പ്രസാദമയപ്രദാ. കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, കടുത്ത ചൂട്, എരിവ്, വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളെ രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗത്തിനും വഴിവെക്കുന്നതാണ്. ഇതെല്ലാം ദുഃഖത്തിനും രോഗത്തിനും വഴിവെക്കുന്നത്. എന്താണ്? ഒരുപാട് കയ്പ്, ചെറിയ കയ്പ് ഓക്കെയാണ്, ഇപ്പൊ കയ്പയ്ക്കൊക്കെ ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഒരുപാട് കയ്പ് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു. കയ്പ്, പുളിപ്പ്, ഉപ്പുരസം കൂടുതൽ, ഇതെല്ലാം ഒരു അളവിൽ കൂടുതൽ ഉള്ളത് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അവരെ കുറിച്ചിട്ടാണ്. അതായത് ഉപ്പ് ചേർക്കാൻ പാടില്ല എന്ന് അർത്ഥമില്ല, വളരെ മൈൽഡായിട്ടുള്ള ഉപ്പ് മതിയാവും, ധാരാളം ചെയ്യാം. കടുത്ത ചൂട്, വളരെ ചൂടോടുകൂടി. എരിവ്, ഭയങ്കര എരിവുള്ള പദാർത്ഥങ്ങൾ. വരൾച്ച, എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നെങ്കിലും എനിക്ക് മുളക് ചമ്മന്തിയൊക്കെ കുറച്ച് കപ്പ പ്രത്യേകിച്ച് ഇപ്പൊ നാളെ ഏകാദശിയാണ്. കപ്പ കഴിക്കുമ്പോൾ അതിനൂടെ മുളക് അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. സോ ഞാൻ പക്ഷേ രജോ ഗുണത്തിലുള്ളവനായിരിക്കാം. ഞാൻ മായാപ്പൂര് ഇരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഒരു പ്രഭു, അദ്ദേഹം അഴണോണ്ട് നെയിം പ്രഭു, പക്ഷെ അദ്ദേഹം പ്രസാദം കഴിക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരു പച്ചമുളകിന്റെ ചെടി ഉണ്ടായിരുന്നു. ആ പച്ചമുളകിന്റെ ചെടിയിൽ നിന്ന് 2 പച്ചമുളക് എടുത്ത് പറിച്ച് കടിച്ചു കഴിച്ചു. സോ ഹി ലൈക്സ് ദാറ്റ്. സോ ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺസ് ഇൻ എ വൈൽ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ എന്നാലും ഡ്യൂ കോഴ്സ് വളരെയധികം എരിവ് കഴിക്കുന്ന, അതായത് നമുക്ക് എൻ്റെ അറിവിൽ, ആസ് പെർ മൈ നോളജ് ഞാൻ പറയാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാരതത്തിൽ എരിവ് കഴിക്കുന്നത് ആന്ധ്രാപ്രദേശിലുള്ളവരാണ്. അവിടെയാണ് മുളക് കൂടുതൽ കൃഷി ചെയ്യുന്നതും അവിടെ തന്നെയാണ്. ദേ ഈറ്റ് ചില്ലി എ ലോട്ട്, അല്ലെങ്കിൽ അവർക്ക് സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവരെക്കാൾ കൂടുതൽ സ്പൈസി ഫുഡ് കഴിക്കുന്ന മറ്റൊരു ഗ്രൂപ്പിനെ ഞാൻ അറിഞ്ഞത് ശ്രീലങ്കക്കാർ. അവർ നല്ലതുപോലെ സ്പൈസി കഴിക്കും. സോ കണ്ടിന്യൂസ് ആയിട്ട് സ്പൈസി കഴിക്കുന്നത് അനാരോഗ്യമാണ്. എരിവ്, വരൾച്ച എന്ന് പറഞ്ഞാല് ചില ഫുഡുകളുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദാഹിക്കും. ഓക്കെ, ദോശ കഴിച്ചാൽ ദാഹിക്കും എന്നറിയാം, പപ്പടം കഴിച്ചാൽ ദാഹിക്കണം, ഉപ്പ് കൂടുതലുള്ളത് കഴിച്ചാൽ ദാഹിക്കും. പക്ഷെ ചില ഫുഡുണ്ട് വളരെ ഡ്രൈ ആയിരിക്കും, വളരെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് കഴിക്കുന്നത് ചിലർക്ക് ഇഷ്ടമാണ്. ഇതെല്ലാം രാജസ സ്വഭാവത്തിലുള്ളവരാണ്. യാതയാമം ഗതരസം ഭൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. 3 മണിക്കൂറിന് മുമ്പ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണ പദാർത്ഥം. വി ഹാവ് ഡിഫറെന്റ് മീനിങ് ഇൻ ദാറ്റ്. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. എന്താണ് ഇവിടെ നമ്മളിപ്പം ഈ പദാർത്ഥങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവാം വളരെ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലെ? ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ കൈ കിട്ടിയാൽ നമുക്ക് കഴിക്കാം. ഇപ്പൊ ഇതൊക്കെ നമുക്ക് 2 ചെറി അല്ലെങ്കിൽ 2 സ്ട്രോബെറി, ഗ്രേപ്സ്, ആപ്പിള് ഇപ്പൊ ഒരാൾ കയ്യിലോട്ട് കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാം. ഇവിടെ ഇരിക്കുന്ന പിന്നെ ഇതെന്താണ് ഒരു ഡ്രൈ ഐറ്റംസ് ആണ്. ഇത് നമുക്കെടുത്ത് കഴിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് എത്ര മനോഹരമായിട്ട് നമുക്ക്. സോ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് രജോ ഗുണത്തിന്റെ ഭാവം, യെസ്, കുറച്ച് സ്പൈസിയും കാര്യങ്ങളും. ഇതാണ് തമോ ഗുണം. ഇസ് എ റോട്ടൺ. പുഴു വരുന്നതൊക്കെ ഉണ്ട്. ഇതിങ്ങനെ
ഇതേ രീതിയിൽ ഭക്ഷണം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പ് വരുന്നത് ഷോ ദാറ്റ്. പക്ഷെ ഇത് നമുക്ക് തമോ ഗുണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നൗ കൃഷ്ണ ഈസ് ഗോയിങ് ടു ടെൽ അബൌട്ട് നെക്സ്റ്റ് എന്താണ് സാക്രിഫൈസ്. സാക്രിഫൈസ് ഇൻ ഗുഡ്നെസ് അല്ലെങ്കിൽ സത്വഗുണത്തിലുള്ള യജ്ഞം, തമോ ഗുണത്തിലുള്ള യജ്ഞം, അജ്ഞതയിൽ അല്ലെങ്കിൽ തമോ ഗുണത്തിലുള്ള യജ്ഞം എന്താണ് നമുക്ക് നോക്കാം. അഫലാകാംക്ഷിഭിർയജ്ഞോ വിധിദിഷ്ടോയ യുജ്യതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സാത്വികഃ. യജ്ഞങ്ങളിൽ വെച്ച് ഫലോദ്ദേശ്യമില്ലാതെയും സശ്രദ്ധമായും വേദവിധിപ്രകാരം കർത്തവ്യബോധത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞമത്രേ സാത്വികം. ഇതാണ് അതായത് വളരെ ഒരു തരത്തിലുള്ള ഫലപ്രതീക്ഷയും ഇല്ലാതെ ഒരാൾ യജ്ഞം ചെയ്യുകയാണെങ്കിൽ അത് സത്വഗുണത്തിനാണ്. എന്നാൽ രജോ ഗുണത്തിലുള്ള യജ്ഞം എന്താണ്? അഭിസന്ധായതു ഫലം ദംഭാർത്ഥമപി ചൈവയത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയോ ഗർവ് കിട്ടാനായോ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം രാജസം എന്നറിയുക, അല്ലയോ ഭാരതശ്രേഷ്ഠ. ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയോ ഗർവ് കാട്ടാനായോ ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന യജ്ഞം എന്ന് പറയുന്നത് രജോ ഗുണത്തിനാണ്. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വേദോക്ത വിധികൾ അനുസരിക്കാതെയും പ്രസാദ വിതരണം, മന്ത്രോച്ചാരണം, പൂജാരിക്ക് ദക്ഷിണ എന്നിവ കൂടാതെയും വിശ്വാസമില്ലാതെയും ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണമുള്ളതാണ്. ചില സ്ഥലങ്ങളില് പ്രസാദം ഇത് ഒരു യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ പ്രസാദം വിതരണം എന്ന് പറയുന്ന ഒരു മസ്റ്റാണ്. സോ അങ്ങനെ ഉള്ള പ്രസാദ വിതരണം ഇല്ലാതെയോ മന്ത്രോച്ചാരണം കൂടാതെയോ ഒക്കെ ചെയ്യുന്ന യജ്ഞം എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ളതാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഭഗവാന്റെ നാമസങ്കീർത്തനം എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് യജ്ഞം എന്ന് ഭഗവാൻ പറയുന്നത്. കാണുക പലതരത്തിലുള്ള ആൾക്കാര്, ചില ആൾക്കാർ ഗർവിന് വേണ്ടിയിട്ട് ഇത് കാണിച്ചിരിക്കുകയാണ്. മീശ ഗർവ് വളരെ ഇതായിട്ട്. സോ ഈ ദേവീദേവന്മാരെ ഒക്കെ പൂജിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവര് സത്വഗുണത്തിലുള്ള ഒരു ഭാവത്തിലാണ്. സോ ഇത് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ രീതിയിലുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. സോ നോക്കുക എങ്ങനെയൊക്കെയുള്ള പൂജകളാണ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ മോശകരമായ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇത് ഗണപതിയെ ക്രിക്കറ്റ് ബോളും ക്രിക്കറ്റ് ബാറ്റൊക്കെ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഇതൊക്കെ എന്ന് പറയുന്നത് ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ 3 types ഓഫ് ഓസ്ട്രിറ്റി എന്തൊക്കെയാണ്? ഓസ്ട്രിറ്റി ഓഫ് ദ ബോഡി, ഓസ്ട്രിറ്റി ഓഫ് സ്പീച്ച്, ഓസ്ട്രിറ്റി ഓഫ് മൈൻഡ്. ഇതിനെക്കുറിച്ചിട്ടാണ് 14, 15, 16 ശ്ലോകങ്ങളിൽ ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ശരീരത്തിനുള്ള തപസ്യ, സംസാരത്തിനുള്ള തപസ്യ, മനസ്സിനുള്ള തപസ്യ എന്താണ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശാരീരം തപ ഉച്യതേ. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മിക ആചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ, ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരികമായ തപസ് എന്ന് പറയപ്പെടുന്നു. സോ മാതാപിതാക്കളെ മുതലായ ആൾക്കാരെല്ലാം ആരാധിക്കുകയും അവരെല്ലാം ബഹുമാനിക്കുകയും ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരികമായ തപസ് എന്ന് പറയപ്പെടുന്നു. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചെയ്വ വാങ്മയം തപ ഉച്യതേ. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്വേഗമുണ്ടാകാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണമായ വാഗ്മയമായ തപസ്. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മാവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത് തപോ മാനസമുച്യതേ. ഇനി മനസ്സിന്റെ തപസ്യ എന്ന് പറയുന്നത് സത്വഗുണം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മനസ്സിന്റെ തപസ്യ എന്ന് പറയുന്നത് എന്താണ്? സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായ തപസ്സിൽപ്പെടുന്നു. സോ
സ്വഭാവശുദ്ധി, ആത്മസംയമനം, മൗനം, സൗമ്യത, സംതൃപ്തി എന്നിവയെല്ലാം മനസ്സിന്റെ, അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സിംപ്ലിസിറ്റി എന്ന് പറയുന്നതാണ് മനസ്സിന്റെ തപസ് എന്നുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇനിയും ഓസ്ട്രിറ്റി അല്ലെങ്കിൽ തപസ്യ എന്ന് പറയുന്നത് 3 ഗുണത്തിലുള്ള ഓസ്ട്രിറ്റിയെ കുറിച്ചിട്ട് ഭഗവാനോട് പറയുന്നത് 17, 18, 19 ശ്ലോകങ്ങളിൽ പറയുകയാണ്. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരേ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. ഈ 3 വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെയും ഭൗതിക നേട്ടങ്ങളെ ആരാധിക്കാതെയും പരമപുരുഷന് വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നാൽ സാത്വികം എന്ന് പറയണം. ഇപ്പൊ പറഞ്ഞ 3 തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അത് ഭഗവാന്റെ സേവനത്തിനായി ഉപയോഗിക്കുമ്പോൾ അതിനെ സാത്വികം എന്ന് പറയാം. സത്കാരമാന പൂജാർത്ഥം തപോ ദംഭേന ചൈവ തത് യത് ക്രിയതേ ദഹിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ്, ക്ഷണികവും അനിശ്ചിതവുമാണത്. സോ ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ്, അത് പറഞ്ഞത് രജോ ഗുണത്തിലുള്ളതാണ് എന്നാണ് ഭഗവാനോട് പറയുന്നത്. നമ്മുടെ പല ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഹിരണ്യകശിപു ബ്രഹ്മദേവനെ തപസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പുള്ളി ഈ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത്. എല്ലും തോലും മാത്രമായി കൈകൾ ഉയർത്തി തന്നെ നിന്നു. അങ്ങനെ പലതരത്തിലുള്ള വളരെ കഠിനമായ തപസ്സാണ് അദ്ദേഹം അനുഷ്ഠിച്ചത്. അത് നമ്മുടെ ഭൗതികപരമായ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്ത തപസ്സാണ് അവിടെ കാണാൻ സാധിച്ചത്. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാനദാനാർത്ഥം വാ തത്താമസമുദ്രാഹൃതം. മൂഢബുദ്ധി മൂലം സ്വയം പീഡനം അനുഭവിച്ചോ അന്യരെ പരിക്കേൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഉദ്ദേശിച്ചോ ചെയ്യപ്പെടുന്ന തപസ് തമോ ഗുണമാണ്. മറ്റൊരാളെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന തപസ് എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നൗ കൃഷ്ണ ഈസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ചാരിറ്റി ഇൻ 3 മോഡ്സ്. എന്താണ് ദാനം? 3 ഗുണങ്ങൾക്ക് അധീനമായിട്ടുള്ള ദാനം എന്താണ് എന്നാണ് ഭഗവാനോട് പറയുന്നത്. All 3 modes and their combinations are defective and bind one to the material world. Now Krishna will explain that all defects can be removed by chanting Om Tat Sat. അത് ഇതിന് ശേഷം നമ്മൾ പറയാൻ പോകുന്നതാണ്. ഇവിടെ പറയുന്നത് നമുക്ക് ഈ 3 തരത്തിലുള്ള ഏത് നമ്മൾ തിരഞ്ഞെടുത്താലും അതെല്ലാം നമ്മളെ ഇവിടെ ഭൗതിക ലോകത്തിൽ പിടിച്ചു നിർത്തുന്നതാണ്. സോ ഭഗവാൻ പക്ഷേ ഇതിന് മറികടക്കാനുള്ള മാർഗം കൂടെ നമുക്ക് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ 20ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ദാതവ്യമിതി യദ്ദാനം ദീയത്തെ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. കർത്തവ്യം എന്ന ബോധത്തോടെയും പ്രതിഫലേച്ഛ കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യപ്പെടുന്ന ദാനം സാത്വികം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ. എന്താണ് പറയുന്നത്? കർത്തവ്യം എന്ന ബോധത്തോടെ പ്രതിഫലേച്ഛ കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യപ്പെടുന്നതാണ്. അർഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കൈനീട്ടി വരുന്ന യാചകരുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവര് ഈ ഒരു ഗണത്തിൽപ്പെടുന്നവരാണോ? അർഹിക്കുന്നവരാണോ അവര്? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വലിയൊരു ബിസിനസ്സാണ് ഇന്നത്തെ കാലത്ത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഭിക്ഷാടനക്കാരുണ്ട് ഇന്ന് ലോകത്തിൽ. ഇനി ഇറ്റ്സ് ഓൾ ടുഗദർ ഡിഫറെന്റ് സബ്ജക്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. ഏതെങ്കിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ടോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പൂർണ്ണ സമ്മതമില്ലാതെയോ നൽകപ്പെടുന്ന ദാനം രാജസമാണ്. ഏതെങ്കിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ടോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പൂർണ്ണ സമ്മതമില്ലാതെയോ നൽകപ്പെടുന്ന ദാനം. ഈവൻ നമ്മുടെ മെന്റാലിറ്റി പോലും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു. ആദേശകാലേ യദ്ദാനം അപാത്രേ അഭ്യശ്ച ദീയതേ
അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. ഉചിതമില്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനവും ആദരം കൂടാതെയോ അവജ്ഞയോടെയോ നൽകപ്പെടുന്നതും താമസം എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്ന ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്കും. അപ്പോ അർഹതപ്പെട്ടത് എന്ന് പറയുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടതാണ്. ആഹാരം ആർക്ക് വേണേ കൊടുക്കും. ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽസ്, പ്രത്യേകിച്ച് ഈ തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത്, വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ വരും ബിസ്ക്കറ്റ് മേടിച്ചു തരാൻ, പാക്കറ്റ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പൈസ കൊടുക്കാൻ ചോദിക്കും. പൈസ കൊടുത്തില്ലെങ്കിൽ ബിസ്ക്കറ്റ് ചോദിക്കും, പാക്കറ്റായിട്ടുള്ള ബിസ്ക്കറ്റ്. കാരണം ആ പാക്കറ്റായിട്ടുള്ള ബിസ്ക്കറ്റ് അവർ മേടിച്ച് ആ കടക്കാരുമായിട്ട് അവർ ടൈപ്പാ. ആ ബിസ്ക്കറ്റ് അവിടെ കൊണ്ട് കൊടുത്ത് അതിന്റെ പൈസ കഴിയും. എന്നിട്ട് അതിന് ഒരു 1-2 രൂപ കുറച്ചായിരിക്കും ആ കടക്കാർ വീണ്ടും അത് വിറ്റ് അവർ വീണ്ടും കാശുണ്ടാകും. അതുകൊണ്ട് ഇവൻ ആഹാരം പോലും, ഇവൻ ബിസ്ക്കറ്റ് പോലും മേടിച്ചു കൊടുത്താൽ അത് പൊട്ടിച്ചേ കൊടുക്കാവും. പൊട്ടിച്ചു കൊടുത്താൽ പിന്നെ വേറെ ആരും മേടിക്കത്തില്ല തിരിച്ചു. സോ ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ. ഐ ഓൾവേസ് ഡു ദാറ്റ്. കാരണം അത് അർഹരായവർ അവർ ആഹാര പദാർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, പക്ഷെ അവർ കാശ് കൊടുക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്ത്രീ ഒരു കൊച്ചുകുട്ടിയെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഭിക്ഷ യാചിക്കാനായിട്ട് വരിക. ഭയങ്കര ചൂട്, നല്ല അസഹ്യമായ ചൂടാണല്ലോ വെളിയില്. അപ്പോ ഈ കുട്ടി, ആ സ്ത്രീ ഇങ്ങനെ ഭിക്ഷ യാചിക്കാനായിട്ട് വരുമ്പോ ആ കുട്ടി ദാഹിച്ചിട്ട് എന്റെ കയ്യിലിരിക്കുന്ന ബോട്ടിൽ വെള്ളം ചോദിച്ചിട്ട് അമ്മ 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 വെള്ളം, അമ്മ അമ്മ വെള്ളം ഇങ്ങനെ കാണിക്കുന്നു. ഐ ഫെൽ പിറ്റി. കൊച്ചുകുട്ടിയാണ്. ഞാൻ ആ വെള്ളം എടുത്ത കുട്ടിക്ക് കൊടുത്തു. ആ വെള്ളം വെച്ചാൽ അവർക്ക് മാക്സിമം കുടിക്കാനേ പറ്റത്തുള്ളൂ. ദേ കനോട്ട് ഡു എനി അതർ മാൽ ഫങ്ഷൻ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് അവർ എന്ത് മേടിക്കാനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ വിചാരിക്കും അവര് ഭക്ഷണം മേടിക്കാനായിരിക്കുമെന്ന്. അല്ല, അവര് മറ്റു പല മാർഗങ്ങൾക്കും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കർമ്മത്തിന്റെ ഫലം നമ്മളിൽ വന്നുപെടും. കാരണം നമ്മൾ പൈസ കൊടുത്തുകൊണ്ടാണ് അവരത് ദുരുപയോഗം ചെയ്തത്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്ക് നൽകപ്പെടുന്ന ദാനവും ആദരം കൂടാതെയോ അവജ്ഞയോടെയോ നൽകപ്പെടുന്നതും താമസം എന്ന് പറയപ്പെടുന്നു. ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാൻ പോകും. ഇനി ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കുന്നത്. Sacrifice, austerity, charity to satisfy the supreme Lord. Om Tat Sat. ഈ ഫാമിലി is a very good family. They are in Dubai. അവർ ദുബായിലുള്ള ഒരു ഫാമിലിയാണ്. I know him personally. വളരെ നല്ല ഒരു ഫാമിലി. So there is no difference actually. But what they do is actually they serve everything. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എല്ലാം അവര് കംപ്ലീറ്റ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ചെയ്യുക. ഇവര് കംപ്ലീറ്റ്ലി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ. They don't keep anything for tomorrow. സോ അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദി സുപ്രീം ഗോൾ. തത് ഡിറ്റാച്ച്ഡ് വർക്ക് ഫോർ സേക്ക് ഓഫ് ലിബറേഷൻ. സത് എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് ഡൺ ഫോർ സർവീസ് ഓഫ് ലോർഡ് റിവീൽ ട്രൂ സ്പിരിച്വൽ നേച്ചർ ആൻഡ് ബെനിഫിറ്റ്സ് ആർ എറ്റേണൽ. ഇവർ രണ്ടുപേരെ കുറിച്ച് പറയുകയാണെങ്കിൽ they both do the same thing. Activities done for service of Lord reveal true spiritual nature. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ ചാരിറ്റിയെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഇവിടെ ചാരിറ്റി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ലെസൺ 3 എന്ന് പറയുന്നത് ഗെറ്റിംഗ് ഫ്രീ ഫ്രം ഡിഫെക്ട്സ് ഇൻ വൺ സാക്രിഫൈസ്, ഓസ്റ്ററിറ്റി ആൻഡ് ചാരിറ്റി. ഈ 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫ്രീ ആകാം. ഫ്രം ഡിഫെക്ട്സ് ഇൻ വൺസ് സാക്രിഫൈസ്, ഓസ്റ്ററിറ്റി ആൻഡ് ചാരിറ്റി. അതായത് യജ്ഞങ്ങളിൽ നിന്നോ തപശ്ചര്യയിൽ നിന്നോ ദാനത്തിൽ നിന്നോ നമ്മൾ ചെയ്യുന്ന ഡിഫെക്റ്റിനിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 24ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് തസ്മാദോ മിത്യുദാഹൃത്യ യജ്ഞദാനാതപക്രിയാഃ പ്രവർത്തന്തേ വിധാനോക്താ സതതം ബ്രഹ്മവാദിനാം. അതുകൊണ്ട് വൈദിക നിയന്ത്രണം അനുസരിച്ച് യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിനായി എപ്പോഴും ഓം എന്ന വാക്കോടുകൂടിയാണ് എല്ലാം ആരംഭിക്കുന്നത്. അതാണ് ഓം എന്ന പദം
ഓം എന്ന പദം ചേർന്നെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും അത് മന്ത്രമാവുകയുള്ളൂ. മന്ത്രമില്ല എങ്കിൽ അതൊരു നാമം മാത്രമാണ്. സോ അതുകൊണ്ട് സാധാരണ നമ്മളിപ്പോ തിലകം വെക്കുമ്പോൾ ഓരോ മന്ത്രം ചൊല്ലിയിട്ടാണ് തിലകം ചെല്ലേണ്ടത്. ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ. ഇങ്ങനെ 12 മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഭഗവാന്റെ തിലകം വെക്കേണ്ടത്. നമ്മൾ ആ സമയത്ത് പല സമയങ്ങളിലും കേൾക്കുമ്പോൾ കേശവായ നമഃ, നാരായണായ നമഃ, മാധവായ നമഃ, ഗോവിന്ദായ നമഃ, മാധവായ നമഃ, ഗോവിന്ദായ നമഃ. No, that's not correct. Unless it is added with the word Om, the letter Om, it is not considered as mantra. So അതാണ് ഓം എന്ന് പറയുന്നത്. അത് ഒരു ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ഓം എന്ന പദം അല്ലെങ്കിൽ ആ ശബ്ദം, ആ ഒരു അക്ഷരം ഉപയോഗിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിത്യാനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. ഫലോദ്ദേശ്യം കൂടാതെ തത് എന്നുച്ചരിച്ചുകൊണ്ട് വേണം ഒരാൾ പലതരത്തിലുള്ള യജ്ഞങ്ങളും ദാനവും തപസ്സും ഒക്കെ ചെയ്യേണ്ടത്. ഭൗതിക ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം. തത്ത് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ മോക്ഷം കാക്ഷിക്കുന്ന ഏതൊരുവനും ഉപയോഗിക്കുന്ന വാക്കാണ് അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് യത് പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദ പാർത്ഥയുജ്യത്തെ. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യത്തെ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയത്തെ. നിരപേക്ഷ തത്വമാണ് ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന യജ്ഞത്തിന്റെ ലക്ഷ്യം. സത് എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു. അത് വിധത്തിലുള്ള യജ്ഞം അനുഷ്ഠിക്കുന്നവരെയും സത് എന്ന് പറയും. കുന്തി പുത്ര, നിരപേക്ഷ സ്വഭാവം അനുസരിച്ചുള്ള മറ്റു പ്രവൃത്തികളെ പോലെ യജ്ഞദാന തപകർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിന് വേണ്ടി ചെയ്യപ്പെടുന്നവരാണല്ലോ. ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാവണം ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. മറ്റ് ഒരു തരത്തിലുള്ള കാംക്ഷയും വെച്ചുകൊണ്ടാവരുത്, അല്ലെങ്കിൽ ആഗ്രഹം വെച്ചുകൊണ്ടാവരുത്. സോ അതാണ് പറയുന്നത്, കുന്തിപുത്ര, നിരപേക്ഷ സ്വഭാവം അനുസരിച്ചുള്ള മറ്റു പ്രവൃത്തികളെ പോലെ യജ്ഞദാന തപ കർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിന് വേണ്ടി ചെയ്യപ്പെടുന്നവയാണല്ലോ. അത് അതിനുവേണ്ടി ചെയ്യപ്പെടുന്നവയാണ്. അത് അതിനുവേണ്ടി മാത്രമേ ചെയ്യപ്പെടാൻ സാധിക്കൂ അല്ലെങ്കിൽ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സോ ഓൾ ഓസ്പീഷ്യസ് വർക്ക്സ് ഓഫ് സാക്രിഫൈസ്, ഓസ്റ്ററിറ്റി ആൻഡ് ചാരിറ്റി ആർ performed to please the Supreme Lord. Any work dedicated to the Lord is permanent and is called Sat. Any work dedicated to the Lord is called permanent and is called Sat. So അതാണ് സത്ത് എന്ന പദത്തിന്റെ അർത്ഥം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന in the mode of goodness is motivation for purification, sense of duty, desire to please the Lord. Then one can instill this mentality in one's sacrifice, austerity and charity by inducing in them the mantra Om Tat Sat, reminding oneself that the goal of the religious activity is to satisfy Vishnu. So Om Tat Sat എന്ന് പറയുമ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് അത് എന്ന തത്വം നമ്മൾ മനസ്സിലാക്കണം. സോ എന്താണ് സത്വഗുണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോട്ടിവേഷൻ ഫോർ പ്യൂരിഫിക്കേഷൻ, സെൻസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഡിസയർ ടു പ്ലീസ് ദ ലോർഡ്. ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഉദ്ദേശം അത് മാത്രമാണ് നമുക്ക്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓം തത്സത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓം തത്സത്ത് എന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയണം ഡിസയർ ഈസ് ടു പ്ലീസ് ദ ലോർഡ്. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. സോ 28ാമത്തെ ശ്ലോകത്തിൽ എന്ന് പറയുന്നത് അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചെയ്യത് അസദിത്യുച്യതേ തത്പ്രേത്യ ഇഹ. പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും അസത്ത് എന്ന് പറയപ്പെടുന്നു. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ്. സോ പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും
അസത്ത് എന്ന് പറയപ്പെടുന്നു. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനം. ഭഗവാനിൽ അർപ്പിക്കാതെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഭഗവാൻ അത് തൃപ്തനാവത്തില്ല. അതിനെ അസത്ത് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ്. ഈവൻ ഇഹലോകത്തിൽ പോലും ഈ താത്കാലികമായ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് നേടാനാണ്? നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സനാതനമായിട്ടുള്ള ഭഗവത് സേവനത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ് എന്ത്? ചെറിയ ചെറിയ രീതികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളോടുകൂടി നമ്മൾ ചില ആൾക്കാരെ മാത്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെയുള്ളത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രയോജനവും നമുക്ക് ഇവിടെയും കിട്ടത്തില്ല, ഈവൻ പരലോകത്ത് പോലും നമുക്ക് കിട്ടത്തില്ല എന്നുള്ളത്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു അധ്യായമാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആ 3 സെക്ഷൻ കണ്ടത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ സാധിച്ചത്. കാരണം 9 ശ്ലോകങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോയി. കാരണം അത് 12 ശ്ലോകങ്ങൾ 4 കാര്യങ്ങളെ കുറിച്ചിട്ട്: തപസ്, ദാനം, ഭക്ഷണം, പിന്നെ വേറെ ഒരെണ്ണം ഏതായിരുന്നു? തപസ്യ. ഈ 4 കാര്യങ്ങളുടെ 12 ശ്ലോകങ്ങൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ സാധിക്കും. 1 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. സോ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ഫെയ്ത്ത്, ഏതൊക്കെ തരത്തിലുള്ള വിശ്വാസങ്ങളാണ് ഉള്ളത്. പിന്നെ ഈ അധ്യായം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഏതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ച് കഴിഞ്ഞാൽ ഏത് സ്വഭാവത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സിംറ്റംസ് നമ്മൾ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. അതാണ് ഇപ്പൊ പറഞ്ഞ ആ ശ്ലോകങ്ങൾ അത് പെടുന്നതാണ്. ഈ പറഞ്ഞ പോരായ്മകളിൽ നിന്ന് നമ്മൾ ചെയ്തു വരുന്ന തപസ്സോ അല്ലെങ്കിൽ ഓസ്ട്രിറ്റി അല്ലെങ്കിൽ ചാരിറ്റി, തപസ്സോ അല്ലെങ്കിൽ യജ്ഞമോ അല്ലെങ്കിൽ എന്താ പറയാ ദാനമോ, ഇത് ഏത് തരത്തിൽ അതിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ പോരായ്മ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ ഈ 27, 23, 28 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. സോ ഹരേ കൃഷ്ണ. സോ ബൈ ടുമോറോ വി വിൽ ബി എൻഡിങ് അവർ ഗീത രഹസ്യം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഭഗവത്ഗീത മഹാഗ്രന്ഥരാജ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മള് ദൈവവിശ്വാസം കാണാത്തവർക്ക് ഈ സാത്വികപരമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുക? തീർച്ചയായിട്ടും പ്രഭു. അതായത് സാത്വികമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ ഞാനൊരു ശ്ലോകം എടുക്കാം. ഒരു മിനിറ്റ് പ്രഭു. ഹരേ കൃഷ്ണ. See, 16ാമത്തെ ശ്ലോകത്തില് സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായ തപസ്സിൽ പെടുന്നു. സോ ഇതൊരു സത്വഗുണത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്. അതാണ് ഓസ്റ്ററിറ്റി ഓഫ് മൈൻഡ്, തപസ്യ. അപ്പൊ ആ പ്രവൃത്തിയിൽ നോക്കുകയാണെങ്കിൽ, ഇതിൽ പറയുകയാണെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള മനുഷ്യർ വേറെ ഉണ്ടാകും, ഭഗവത് ഭക്തി ഇല്ലാത്ത ആൾ. സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി. സ്വഭാവശുദ്ധിക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന നല്ല ആൾക്കാർ, നല്ല സ്വഭാവമുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ദേ ഹാവ് ടു ബി ഇൻ ഡിവോഷണൽ സർവീസ്. ഡിവോഷണൽ സർവീസ് ആകണമെന്ന് നമ്മൾ പല ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ചെയ്യാറില്ല.
ദാറ്റ്സ് കറക്റ്റ് ആക്ച്വലി. ദർ ആർ മെനി പീപ്പിൾ. സോ ഓഫ് കോഴ്സ്, പക്ഷേ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഒരു ഭക്തനിൽ ഉണ്ടാവും. ഈ ക്വാളിറ്റീസിൽ ചില ക്വാളിറ്റീസ് ഉള്ള ചില വ്യക്തികൾ ഉണ്ടാവാം. പക്ഷെ ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുമ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം ആ വ്യക്തിയിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. മനസ്സിലായോ പ്രഭു? ഓക്കെ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു, ഈ ഓഡിയോ അല്ല ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പ്രഭു? തീർച്ചയായിട്ടും റെക്കോർഡിംഗ് ഉണ്ടാവും മാതാജി. ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബൈ ടുമോറോ ഐ Okay. വിൽ ബി അപ്ലോഡിംഗ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമസ്കാരം. മാതാജി, ഭഗവാൻ മാത്രമേ ഈ ലോകത്തെ വിശ്വരൂപം കാണിച്ചിട്ടുള്ളൂ. വേറെ ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് അവരുടെ നാട്ടിലെ കാര്യങ്ങളെ പറയാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ ആത്മാവിനെ കുറിച്ചാണേലും ഐൻസ്റ്റീൻ പറഞ്ഞത് ഭഗവാനെ പറയാൻ സാധിച്ചുള്ളൂ. അപ്പം അതാണ് ഭഗവാനെ ഇത്രയും ശക്തിയുക്തമായ ചൈതന്യമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഭഗവാൻ ഇതൊക്കെ എങ്ങനെ പറയാ? സൂര്യനിൽ നിന്ന് ഭഗവാന് സൂര്യൻ ഉപദേശിച്ചെന്ന് പറയുന്നു. അതെങ്ങനെയാണ് അത് വ്യക്തമാക്കാം? അതായത് സൂര്യദേവന് ഭഗവാൻ ഈ ജ്ഞാനം ഉപദേശിച്ചു എന്നുള്ളത് ഒന്നുകൂടെ വ്യക്തമാക്കാനാണോ പറയുന്നത്? മാതാജി, ഒന്നുകൂടെ ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്യാമോ? സൂര്യദേവന് ഞാൻ എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു. എന്നിൽ നിന്നാണ് സൂര്യദേവനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ഭഗവാൻ പറയുന്നു. കറക്റ്റ്. സോ അതിനൊന്നുകൂടെ ക്ലാരിഫിക്കേഷൻ വേണം മാതാജിക്ക്. ഓക്കെ, അതിന് കഴിഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. ഭഗവാനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. പിന്നെ നീ ഇതേ ആള് സൂര്യദേവന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നു ഭഗവാനോട്. അപ്പൊ ഭഗവാൻ പറയുന്ന മറുപടിയുണ്ട്, അർജുന, നീയും ഞാനും എല്ലാവരും പല ജന്മങ്ങൾ എടുത്തവരാണ്. അല്ലെങ്കിൽ ഞാൻ പല അവതാരങ്ങളും അർജുനൻ പല ജന്മങ്ങളും എടുത്തവരാണ്. പക്ഷെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് പഴയ കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നു, നിനക്ക് പഴയ കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അർജുനനോട് ഭഗവത്ഗീത പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുൻപിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും ആ വ്യക്തി ഭഗവാനാണ് എന്നുള്ള സംശയമില്ല. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്ന ആദി പുരുഷനാണ്. അദ്ദേഹത്തിന് ഒരു ആദ്യം ഇല്ല, അന്തവുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തീർച്ചയായിട്ടും ഈ ഭഗവത്ഗീത ജ്ഞാനം അർജുനന് ഉപദേശിച്ചു കൊടുക്കാനുള്ള കഴിവ് തന്നെ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ കഴിവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ അത് വായിച്ചിട്ട് നമുക്ക് വേണേൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് നമ്മളുടെ കഴിവല്ല, നമ്മൾ ഭഗവാനെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒറിജിനലി ആരാണ് പറയുന്നത്? അപ്പോ ആ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാന് സൂര്യദേവന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അതിനോട് പറയുകയും ചെയ്തു. അതാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്നോട് വന്ന് പറയാൻ തന്നെ കാരണം ആ പരമ്പര നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോ അതിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ശ്ലോകമാണ്. അർജുനനോട് ഭഗവാൻ തന്നെ പറയുന്നു, ഈ അർജുനൻ ഈ ചോദ്യം ചോദിക്കുമ്പോ പറയുന്നത് നമ്മളെല്ലാവരും നമ്മൾ രണ്ടുപേരും ഒരുപാട്, അതായത് ഈ രാജാക്കന്മാരും എല്ലാവരും ഒരുപാട് ജന്മങ്ങൾ എടുക്കുകയുണ്ടായി. പക്ഷെ എനിക്ക് മാത്രമേ ഇതെല്ലാം ഓർക്കാൻ സാധിക്കത്തുള്ളൂ, നിങ്ങൾക്കത് ഓർക്കാൻ സാധിക്കത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും എന്ന് പറയുന്ന അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഭഗവാൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഭഗവാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് എല്ലാവരുടെയും ശരീരത്തിലിരിക്കുന്നതുകൊണ്ട് ഭഗവാന് മറ്റെല്ലാ ശരീരത്തിലുള്ള വിവരങ്ങളും അറിയാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഈ ശരീരത്തിലുള്ള വിവരങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പോർഷൻ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത്. സോ ഓൾമോസ്റ്റ് ക്ലിയർ ആണോ മാതാജി? ക്ലിയർ ആയി പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സോ ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരേ കൃഷ്ണ. സോ ചോദ്യമില്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. എനിക്കും കുറച്ച് നേരത്തെ ഇന്ന് നിർത്തേണ്ടതായിട്ടുണ്ട്. കാരണം യെസ് ബേബി മാതാജി ചോദിച്ചാട്ടെ. പ്രഭു, 23-ാമത്തെ ശ്ലോകത്തിന്റെ
വിവർത്തനം ഒന്നുകൂടെ മനസ്സിലാക്കി തരാമോ? ഓക്കെ, വെരി ഗുഡ്. ഷുവർ മാതാജി. 23-ാമത്തെ ശ്ലോകം. ഓം തത്സദ് ഇതി നിർദ്ദേശോ ബ്രഹ്മണ സ്ത്രീവിധാ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം തത്സത് എന്നിവ. പ്രതീകാത്മകങ്ങളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണൻ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടു പോകുന്നു. എന്താണ് നിരപേക്ഷ തത്വം എന്ന് പറയുന്നത്? അബ്സല്യൂട്ട് ട്രൂത്ത്. പരമദിവ്യോത്തമ പുരുഷനെ സൃഷ്ടിയുടെ പ്രാരംഭം മുതൽക്കേ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ്. അപ്പം ഓം തത്സത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അത് ഭഗവാനെ, പരമപുരുഷോത്തമനായ ഭഗവാനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഭഗവാനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചത്. പ്രതീകാത്മകങ്ങളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണൻ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടു പോകുന്നു. അപ്പം എവിടേക്കാണ് ബ്രാഹ്മണർ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നത്? യജ്ഞാനുഷ്ഠാനങ്ങളിലും വേദോച്ചാരണത്തിലും. അതായത് ഓം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ എല്ലാ മന്ത്രങ്ങളുടെയും മുൻപിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇതൊരു മന്ത്രമല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അത് മന്ത്രമാകണം എന്നുണ്ടെങ്കിൽ ഓം എന്ന വാക്ക് അല്ലെങ്കിൽ ആ അക്ഷരം ഉപയോഗിച്ചിരിക്കണം. ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയുണ്ടായി, തിലക മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ എന്ന മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഓം എന്ന പദമില്ല എങ്കിൽ അത് ഭഗവാന്റെ ഒരു നാമം മാത്രമായി മാറി. എന്നാൽ അത് ഓം കേശവായ നമഃ എന്ന് പറയുമ്പോൾ അത് ഒരു മന്ത്രമായി മാറി. അപ്പൊ അങ്ങനെ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓം തത്സത് എന്ന് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, പുരാതനമായ കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. സോ ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ വീട്ടില് ഒരു പറക്ക് എഴുന്നേൽക്കുന്നുള്ളത് ഏത് സമയവും ഇനി വരാം, 8 മണിക്ക് ശേഷം വരാൻ ഉള്ള സമയമാണ്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷനോടെ ഉണ്ട് ഇനിയും. അതുകൊണ്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് നാളെ ലാസ്റ്റ് ഡേ ആണ്. നാളെ ആസ് യൂഷ്വൽ 7:30 തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ഈ ഒരു സെഷൻ, ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ആരംഭിച്ചതാണ് ക്ലാസ്. നാളെ നമ്മളുടെ ക്ലാസ് 7:30 തന്നെ ആയിരിക്കും. 7:30 to 9. നമ്മൾ നാളെ കൊണ്ട് നമ്മുടെ 18-ാമത്തെ അധ്യായവും തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.